അപ്പോൾ ഇതാ പാച്ച് കഷ്ടപ്പെട്ട് വണ്ടിക്ക് മുകളിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് 8:30 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 9 മണിക്കാണ് പോകേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്കൂളെത്തിയത്തേക്ക് അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഏട്ടൻ വർക്കിന് പോകുന്ന വഴിക്ക് നമ്മൾ സ്കൂളിലേക്ക് ആക്കി തന്നു കേട്ടോ. അങ്ങനെ ഇതാ ബസ് വന്നു, കുട്ടികളൊക്കെ കറക്റ്റ് വെയിറ്റിംഗാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മുന്നേ പേരൻസ് ആദ്യം കയറ്റിട്ടുണ്ട്, കുട്ടികളെ പിന്നെ വരിക്ക് നിർത്തി കയറ്റുക കേട്ടോ. അവരെന്തൊക്കെയോ റീൽസ് എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയുള്ള പരിപാടിയാണ്. കുട്ടികളൊക്കെ ഇതാ വരിക്ക് അങ്ങനെ ഓരോരുത്തരോരോരുത്തർ കയറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇല്ല, കുറച്ച് കുട്ടികളുടെ ടൂറിനുള്ളൂ. ആണ് ഇതാ പാച്ചുൻ്റെ ഫ്രണ്ട്സുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ UKG-ക്കാരുണ്ട്, LKG-ക്കാരുണ്ട്. അപ്പം അതർവൊക്കെ ഉണ്ട് കൂടെ. അതർവും പാച്ചും അംഗനവാടി മുതലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ സ്കൂളിൽ അവർ ഒരുമിച്ചാണ്. അപ്പോൾ അവർ നല്ല കമ്പനിയാണ്. പാച്ചില്ലാതെ അതർവില്ല, അതർവില്ലാതെ പാച്ചില്ല. അവരവസ്ഥ കേട്ടോ അവരെ കാര്യം. അപ്പം അതർവ് എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ മോനും കൂടിയാണ്. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ വരിക്ക് നിൽക്കുന്നുണ്ട്. പാരൻസും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ ടൂറിൽ. അങ്ങനെ നമ്മൾ ഉള്ളിൽ ആദ്യം കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതാ അവരിതാ വരിക്കാനോ എടുത്തെടുത്ത് കയറി വരുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വളാഞ്ചേരിയുള്ള ഒരു ഫാൻറ്റസി പാർക്കിലേക്കാണ്. അപ്പോൾ അതാ പോകുമ്പോൾ തന്നെ എല്ലാവരും കൂടെ കയറി ഫുള്ള് പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പം എന്തായാലും നമ്മൾ പോയത് മാക്സിമം മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടൂറിന് പോകുമ്പോഴേ നമ്മുടെ ഏട്ടനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മിക്കവാറും പോകുന്ന വെറുതെ ഒരുള്ള റൈഡിലൊന്നും കയറലുണ്ടാവില്ല, ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ പറഞ്ഞത് മുഴുവൻ ഞാൻ തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ റൈഡിലും ഞങ്ങൾ കയറിയിട്ടുണ്ട്. പാച്ചനും കൊണ്ടാണ് ഞാൻ കയറിയത്. പാച്ച ഫസ്റ്റൊക്കെ പേടിച്ച് നിന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു നീട്ടി കൊണ്ടുപോകുന്നില്ല.
നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അത് കണ്ട് നമ്മൾ ആ കിളി വേറെ അവസ്ഥ ഉള്ളിൽ കയറി ചെല്ലുന്നത്. അപ്പോൾ അതാ ഇതാണ് ഒരു മെയിൻ ഫ്രണ്ടേജ്. അപ്പോൾ അതാ നമ്മളവിടെ നിന്ന് കുട്ടികളെ വെച്ച് ഒരു 1-2 ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികളെ ഇരുത്തിയിട്ട്. അങ്ങനെ പാരൻസും എല്ലാവരും കൂടെയുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുട്ടികളും മാത്രമല്ല കൂടെ ടീച്ചേഴ്സും പിന്നെ പാരൻസും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോകൾ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഞാനപ്പോൾ കൂട്ടത്തിൽ പിള്ളേരൊക്കെ നിർത്തി ഒരു വീഡിയോയും കൂടി എടുത്തു. അവിടെ എത്തിയപ്പോ അങ്ങനെ നേരെ പോകുന്നത് നമ്മൾ ബാഗ് സ്ഥലം വെക്കാൻ പറ്റൊരു റൂമിൽ വെക്കണം. ആ ഒരു ഒരു സൈഡിൽ വെച്ചിട്ട് ആക്കി നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ നേരെ പോയി 3D ഷോപ്പിലാണ്. പക്ഷെ 3D ഷോ ഇത് വേറൊരു ലെവൽ 3D ഷോ ആയിരുന്നു. അപ്പോൾ അത് കാണാൻ കയറുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നു, അച്ഛൻ ഇത് അങ്ങനെയൊന്നല്ല, നമ്മൾ ദിനോസർ ഫിലിമുകൾ കാണാൻ പോയിരുന്നു അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ ഒന്നല്ലായിരുന്നു. ഇത് ആകെ ലെവൽ മാറിയ രീതിയിലുള്ള ഷോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷം കണ്ടിട്ട് വരാം കേട്ടോ. അച്ഛോ സൂപ്പർ ഉണ്ടോ ശരിക്കും? കാര്യമായിട്ട് തമാശയായിട്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ വേറെ വന്നു DJ ടൈപ്പ് ഒരു മ്യൂസിക്കാണ്. അത് ഇരുട്ട് വന്നത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ അത് പാടത്തേക്കും ഒരു ഡബാട്ടിൽ ഡാൻസ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി അതും കൂടി കൊണ്ടുപോകാം. നമ്മളൊരു ഹൊററിൻ്റെ ഒരു ഗുഹ പോലെ സംഭവം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാച്ചു അതിന് വന്നിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ട്?
വാ ഇവിടെ വേറെ എന്തോ ഉണ്ട്. അങ്ങനെ അടുത്തടുത്ത് മീനിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഓടിച്ചു വിടുന്നുണ്ട്. മാറ്റങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു അത്ഭുതമുണ്ട്. ഇവിടെ അരാപ്പക മീനുണ്ട്, അതിൻ്റെ ഉടലിൽ വളഞ്ഞിരിക്കുന്നു. അത് എന്താണെന്ന് എനിക്കപ്പോൾ ഞാനും കുറേ ആലോചിച്ചത് അതെങ്ങനെയെന്നുള്ളത്. അപ്പോൾ അത് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എന്നാലും ഈ ഭാഗം നമ്മളൊന്ന് ഓടിച്ചു വിടുന്നുണ്ടേ. അങ്ങനെ ഇവിടെ നമുക്ക് പിന്നെ കുറേ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പിള്ളേരൊക്കെ വെള്ളത്തിൽ പോയി കൈയിടാൻ നോക്കുന്നുണ്ട്. അപ്പം ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ അത്യാവശ്യം അപകടകാരികൾ അങ്ങനെയല്ലല്ലോ, എന്താ പിന്നെ പറയാം, അപകടകാരികളായ മീനുകളുണ്ട്. ഓരോ വാക്കൊക്കെ പോണപ്പോൾ ഓക്കെ. അപ്പോൾ അതാ അങ്ങനത്തെ മീനുകളൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് കൈയിടാനും വരുന്നത്. ഞാൻ പറഞ്ഞ അലാപ്പയ്മ ഈ മീനാട്ടോ. ഇതെന്താണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറേ ആലോചിച്ചു അതിനെ കണ്ടിട്ട് എന്താ അപ്പോൾ ഇതിങ്ങനെയെന്ന്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചില കുരങ്ങളൊക്കെ അതിനുള്ളിലുള്ള ഓരോ കല്ലുകളും പുല്ലുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാച്ചുവിൻ്റെ ഫ്രണ്ടുമാണ് ഈ പോകുന്നത്. അപ്പോൾ പാച്ചും ഫ്രണ്ടും ഞാൻ മുന്നേ പറഞ്ഞിട്ട് അംഗനവാടിയിലുള്ള ഫ്രണ്ടാണ്. ഈശ്വര, ഇതാണ് ഈ വീഡിയോ വേറെയും ഓഡിയോ വേറെയും നമ്മൾ റെക്കോർഡ് ചെയ്താലുള്ള പ്രശ്നം. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ ഇത് നേരെ മുകളിലാണ് അതിൻ്റെ താഴേക്ക് നമ്മളെത്തി. ഈ മീനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പം കൊതിയാവുക ഓരോന്നിനൊക്കെ പിടിച്ച് കൊണ്ടുവരാൻ തോന്നി. നമ്മൾക്കുള്ള ഗപ്പീസ് തന്നെ നമുക്ക് വേരാവണ്ണം കൊണ്ടുനടക്കാൻ വയ്യ, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഗുഹേൻ്റെ ഉള്ളിലൊക്കെ പോകുന്നൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. നല്ല രസത്തിന് കാണാൻ വേണ്ടി. അവിടെ വെള്ളം ഒലിച്ച് പോകുന്നുണ്ട്, അതിലും കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അങ്ങനെ പാച്ചും അതറവും കൂടി അതൊക്കെ തപ്പിയിരുന്നേ. അങ്ങനെ അതിൽ മീനിനെ കണ്ടുപിടിച്ച് കാണിച്ചിരുന്ന രംഗമാണ് ആ കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇത് വേറൊരു സംഭവം. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളത്തിൽ കൂടെ സാധനം എങ്ങനെ പോവുക. അപ്പോൾ ഫസ്റ്റ് കയറിയ സമയത്ത് പാച്ചിന് നല്ല പേടിയായിരുന്നു. പാച്ചു അതറവും കൂടി ഒറ്റയ്ക്ക് അതിനൊരു സീറ്റിലിരുന്നത്. നേരെ ഓപ്പോസിറ്റ് ഞാനും അവരെ വേറൊരു ഫ്രണ്ടും അവരുടെ ഉമ്മയും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാച്ചും അതറവും ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടാളും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരം ഒരു സാധനം അവിടെ ഇരുന്നാ തറവേ കൊടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക അതിലേക്ക് വലിയൊന്നും എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് പിള്ളേർ ഇവിടെ പാച്ചിന് കുറച്ച് ക്ലാസ് പക്ഷേ ഒരു പാച്ചിന് കൂടുതൽ കാണാൻ പതറും അതിന്
പറഞ്ഞാൽ ഞാൻ ഏട്ടനോട് വെല്ലുവിളിച്ച് പോകുന്ന ആളാണ്. ഞാൻ എല്ലാ റൈഡിലും കയറും, എനിക്ക് ഒരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഈശ്വര ഞാൻ ഇതിലൊക്കെ കയറണമല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നെങ്കിലും ആ ചിന്തകളൊക്കെ ഞാൻ മാറ്റിമറിച്ചു. ഈ സംഭവം കിട്ടിയത് നമുക്ക് മറ്റേ ആലപ്പുഴ ജിംഖാന ഫിലിമിൽ ബോക്സിങ്. അത് കഴിഞ്ഞ് പാച്ചുവിന് കട്ട ഫാനായി. പിന്നെ നമുക്കവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അവരുടെ വക നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ കയറിയത് പാച്ചു ഈ വണ്ടിയിലാണ്. ഇത് കോമഡി ആയിരുന്നു കേട്ടോ. അപ്പം അതിന് ഓൺ വോയിസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പം അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പം അതിന് കയറാനുള്ള കാര്യമായിട്ട് നിൽക്കുന്നത്. അപ്പം അത് കയറുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് എനിക്ക് പേടിയാണ്. ഞാൻ അപ്പം വലിയ എക്സ്പ്രഷൻ കൊണ്ട് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ആ ഹെലികോപ്റ്റർ മുന്നിലേക്ക് കൊണ്ടുപോകാൻ മാറിപ്പോയി. ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കൈ പിടിച്ചോ കയറാൻ പറ്റൂല. എനിക്കറിയുന്നൊരു സംഭവിക്കാൻ പരിചയമുള്ള ആൾക്കാർ പോലെ എനിക്ക് ഓക്കെ. പക്ഷെ ഇതറിയാത്ത കുട്ടികളാണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. എങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ ഇത് കയറി കൈ പിടിച്ചോ അങ്ങനെ ഈ റൈഡ് കഴിഞ്ഞ് ഇത് ഫസ്റ്റ് ട്രിപ്പ് ഈ പാച്ച് പറ്റിയുള്ളത്. പിന്നെ സംഭവം ഭയങ്കര രസമുണ്ട്. കുട്ടികളൊക്കെ യാതൊരുവിധ പ്രശ്നമില്ല. ഇങ്ങോട്ട് കയറുമ്പോൾ ആളിടാത്ത ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് വെള്ളമാണ് അതൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്ക് കഷ്ടമൊന്നുമില്ല. ഞാനിതാ പാച്ചിൻ്റെ 6 വയസ്സ് പോകുന്നു. അതിന് അറിഞ്ഞ നമ്മൾ ചോദിക്കുന്ന പക്ഷെ ഒന്നും കുഴപ്പമില്ല. കുറേ നേരം റൗണ്ട് ചെയ്യല്ല പ്രശ്നങ്ങളാണ്. നമ്മൾ കയറി ഈ സംഭവത്തിൽ ഇതിലേക്ക് കുട്ടികളെ കേട്ടിട്ടില്ല. പാച്ച് താഴെ നേരത്തെ കയറി അങ്ങനത്തെ സംഭവം എക്സ്പീരിയൻസാണ്. ഇത് കണ്ടിപ്പോൾ ആദ്യം ഒരു മുഖം തോന്നിയെങ്കിലും കയറിയപ്പോൾ ഒന്നുമില്ല, ഒരു പടക്കം വരുന്നു. പിന്നെ അത് ഓണായി നമ്മളൊരു റൗണ്ട് ചുറ്റിയപ്പം ഓക്കെ കുഴപ്പമില്ല എന്നൊരു മൈൻഡിലെത്തി. അങ്ങനെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് 2 ആളെടുത്ത്, പിന്നെ അപ്പുറത്തേക്ക് 2 ആളെടുത്ത്, പിന്നെ ഇവിടെ 4 ആളാക്കും, അപ്പോൾ അപ്പുറത്തേക്ക് 4 ആളാക്കും. അങ്ങനെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ സംഭവം എന്തായാലും കൊള്ളായിരുന്നു. ടീച്ചേഴ്സിൻ്റെ
മക്കളും അപ്പോൾ ഇതിൽ കയറാൻ ധൈര്യം എനിക്ക് തീരെ ഇല്ലാത്തത് അതിന് കയറി ആ ഒരു വരുന്ന വരവ് കണ്ടിട്ട് എൻ്റെ ഉള്ളത് കാണില്ല അത്രയ്ക്ക് പേര് എനിക്ക് റൈഡ് പിന്നെ ഈ റൈഡ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയി കാറിൻ്റെ ഒക്കെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കുറേ നേരം നിന്ന് കാര്യമില്ല സമയത്ത് അപ്പോഴേക്കും അത് സ്ഥിരമായതിൻ്റെ സംഭവം നമ്മളെ കൂടുതൽ പകുതി ആൾക്കാരാണ് പക്ഷെ ഞാനും കുറച്ച് ഈ ഒരു റൈഡ് കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന ഒക്കെ പോകുമെങ്കിലും താഴേക്ക് ഒരു 2.5 കാര്യമില്ല. അങ്ങനെ അടുത്ത ഞാൻ പറഞ്ഞത് ഒരു 4 സ്ക്വയർ മീറ്റർ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അവിടെ വരി നിൽക്കുകയാണ്. സ്കൂളിലെ കുട്ടികളാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ സ്കൂളിൽ കുട്ടികളെ കയറി ഞാനും കയറി കുറച്ച് മുടിക്കുക ഇത് ഫസ്റ്റ് ടൈം ചോദിച്ചു ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ രണ്ടാമത് ഞാൻ അയാളോട് ചോദിച്ചു എനിക്കൊന്നും കൂടി എനിക്ക് ഓടിക്കാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാനും പാച്ചും പിന്നെ പാച്ചുവിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഏട്ടനും ആ കുട്ടിയും അങ്ങനെ ഒരു 4-5 ആൾക്കാർ പിന്നെയും ഓടി തിരിച്ചോടി തന്ന് ഇതിൽ തന്നെ വീണ്ടും കയറി. എന്താണുള്ള അവസ്ഥ എന്താ പറയുക, ആനക്കരിമ്പ് തൊട്ടത്ത് കയറിക്കൊരവസ്ഥയാണ് ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയിട്ടുള്ളത്. ഈശ്വര ഇത് സംഭവം ഇത് അതിനൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഓടിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണം. ആ റൈഡും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മൾ മറ്റേ ഇതാണ് എന്താ പറയുക തിരമാലേൻ്റെ കൂടത്തേക്കാണ്. പിന്നെ ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പാച്ച് സ്നാക്സ് കഴിച്ചു. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ഐസ്ക്രീം ഉണ്ട്, അതായത് കുട്ടികൾക്കുള്ള ഐസ്ക്രീം ആട്ടോ. അപ്പോൾ വെള്ളത്തിലെ സംഭവം അവിടെ ഇരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരെ ഫോണ് കൊണ്ടുപോയി ബാഗിൽ വെച്ചു. നേരെ നമ്മൾ ഇറങ്ങി. ഒരാളുടെ കയ്യിൽ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എടുത്ത് തരാൻ പറ്റിയ ആൾക്കാരില്ല, കാരണം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഐസ്ക്രീം വെച്ച് ചെറിയൊരു ഷോപ്പ്. അപ്പം നമ്മളവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ആ വെള്ളത്തിൻ്റെ സംഭവങ്ങളും ഞങ്ങൾ ഫോട്ടോ ബാഗിൽ വെച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവരെ ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്ത ടീമിൻ്റെ ആക്ച്വലി ഞാനും പാച്ചും പോകുന്ന കണ്ടപ്പോഴേ ഏട്ടൻ പറഞ്ഞിരുന്നത് നീ മിക്കവാറും പോയിട്ട് വെറുതെ കുട്ടിയുടെ റൈറ്റിലൊന്നും ജയിച്ചാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളാ കൊടുക്കും. നമ്മൾ ടീച്ചേഴ്സിന് അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എക്സാം റിസൾട്ട് അന്നാണ് വീഡിയോ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നു. ഇതിവിടെ എല്ലാം കുറച്ച് അപ്പുറത്തെ സൈഡിലേക്കാണ് സംഭവം. എന്തായാലും നമുക്ക് വന്ന് നമ്മളെന്തെങ്കിലും മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പാച്ചു ഇതാ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞേ അവനൊന്നല്ല വേറെ ഇല്ല. ഇഷാന്ന് 2 കുട്ടികൾക്ക് പേരുണ്ട് എൻ്റെ ക്ലാസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇഷാനാവും പറഞ്ഞു. ഞാൻ സംഭവങ്ങളൊക്കെ ഇത് എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. കളറിങ്ങിന് പാച്ചു മാത്രമാണ് നമ്മുടെ പാച്ചുവിന് ട്രിപ്പിൻ്റെ വീഡിയോ കാണാൻ തോന്നുന്നുണ്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞിരുന്നു. കളറിങ് അവൻ മാത്രമേ മര്യാദയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. കളറിങ് തന്നെ 15 കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇഷാൻ എന്നുള്ള മറ്റേ ഇഷാനാവുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റേ ഇഷാനെ മേലെ കിട്ടും. പക്ഷേ ഈ കുട്ടീൻ്റെ അമ്മയോട് ഉറപ്പിച്ച് പറഞ്ഞു എല്ലാം ഇത് പാച്ചിന് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നതാണ് ഈ സമയത്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ഫോട്ടോ കൊടുത്തു. അങ്ങനെ നമ്മൾ നിന്ന് ഫോട്ടോ കൊടുത്തു. ഇപ്പോഴൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല വിശ്വസിക്കാൻ. പക്ഷെ കഴിഞ്ഞ എക്സാമിനൊക്കെ ഫുൾ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണം. ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ടാലൻറ്റ് റിസൾട്ട് വന്നു ഞാൻ ചോദിച്ചു. അപ്പോൾ ടീച്ചർ എന്ത് പാച്ചുവാണ്. അപ്പം ഇവനെ എല്ലാവരും പാച്ചു നട്ടോ വിളിക്കാം. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ വിളിച്ച് ടീച്ചേഴ്സ് അംഗനവാടി മുതൽ എല്ലാവരും പാച്ചു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോഴും ടീച്ചേഴ്സും ഇഷാനും വിളിക്കും പാച്ചുവിനും വിളിക്കും. അങ്ങനെ ഇതാ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ഫുഡ് ടീച്ചേഴ്സ് കരുതിയിട്ട് നിന്ന് പൊറാട്ട ചിക്കൻ കറി അവിടെ കഴിച്ചു.
പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പിടിച്ചു അങ്ങനെതാ പാച്ചു ഫസ്റ്റ് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ പിന്നെ ആളെ പിന്നെ ഉറങ്ങിയിട്ട് ഉറക്കത്തിലൊക്കെ ഡാൻസ് വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് പാച്ചിൻ്റെ കാര്യത്തിൽ. ഞാനെന്താ നല്ല പാരൻസ് ഉണ്ടാവും. എന്ത് സംഭവം കുട്ടികളെ ട്രിപ്പാണെങ്കിലും ഇതിന് മുതലാക്കിയത് പാരൻസാണ്. അപ്പം പാച്ചുവിന് ഫസ്റ്റ് ടൈം എത്തിയിട്ട് സന്തോഷം സത്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവൻ പഠിക്കുന്നത് എക്സാമിൻ്റെ തലേ വീട്ടിലെ നിങ്ങൾ ആരെയാണോ കോണ്ടാക്ട് ചെയ്യാനുള്ളത് വെച്ചാൽ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാന്ന് അറിയിക്കുക. നമ്മളിവിടെ നമുക്ക് ഇനി എവിടെയും ഞാൻ നീങ്ങി തരുന്നേ അത് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ യാത്ര പോകുമ്പോൾ അമ്മമാരെ കുട്ടികളൊന്നും മടിയിൽ വെക്കണം കേട്ടോ. അമ്മമാരെ കുട്ടികളൊന്നും മടിയിൽ വെക്കണേ. ടീച്ചേഴ്സും കുട്ടികളും കൂടെ ആ പിള്ളേർ നമ്മളെ പിള്ളേരോടെ പറഞ്ഞിരിക്കുന്നത് അതാ വീഡിയോ ഷൂട്ട് ചെയ്താണ് നല്ലത്. അയ്യോ എല്ലാ കുട്ടികളും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. അത് മാക്സിമം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളിച്ച് ചെയ്യും. പിന്നെ ബസ്സിൽ സ്മോക്ക് പിന്നെ ഒരു ലൈറ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ടൈപ്പ് ലൈറ്റ് സംഭവം ഇൻട്രസ്റ്റ്. അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ